Hi friends, and welcome back to the new episode of Comic Mojo. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് സിവിൽ വാർ കോമിക് ഇഷ്യൂവിലെ 5th പാർട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് ഈ വീഡിയോയിലും തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നോടിയായി നമുക്ക് കഴിഞ്ഞ എപ്പിസോഡുകളിലെ ബ്രീഫ് ഹിസ്റ്ററി ഒന്ന് നോക്കാം. സൂപ്പർ ഹീറോ രജിസ്ട്രേഷനിൽ സൈൻ ചെയ്യണോ വേണ്ടയോ എന്ന തർക്കത്തെ തുടർന്ന് ക്യാപ്റ്റൻ അമേരിക്കയുടെയും അയൺമാന്റെയും നേതൃത്വത്തിൽ സൂപ്പർ ഹീറോസ് ടീം രണ്ടായി തിരിഞ്ഞുകൊണ്ട് ഫൈറ്റ് ആരംഭിക്കുകയും ആ ഫൈറ്റിൽ അയൺമാന്റെ ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള സൈബോർഗ് തോർ ഗോലിയാത്തിനെ കൊല്ലുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് ഒരുപാട് സൂപ്പർ ഹീറോസ് ഭയക്കുകയും ചെയ്യുന്നു. പ്രധാനമായും നമ്മുടെ അയൺമാൻ ടീമിലെ സൂ സ്റ്റോം ഈ നിയമം കാരണം നാം നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെ കൊല്ലേണ്ടി വരുന്നു എന്ന സത്യം ഓർത്തുകൊണ്ട് അവർ തൻ്റെ മനസ്സ് മാറ്റി ക്യാപ്റ്റൻ അമേരിക്ക ടീമിൽ ജോയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റു ചിലർ ക്യാപ്റ്റൻ അമേരിക്ക ടീമിൽ നിന്ന് വിട വാങ്ങിക്കൊണ്ട് അയൺമാൻ ടീമിലും ജോലി ചെയ്യുന്നു. അതായത് ഇരു ടീമുകളിൽ നിന്നും പല സൂപ്പർ ഹീറോസും മാറുകയും ചെയ്യുന്നു. ഇതോടുകൂടിയാണ് കഴിഞ്ഞ ഇഷ്യൂ അവസാനിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കഴിഞ്ഞ ഇഷ്യൂവിൽ ക്യാപ്റ്റൻ അമേരിക്ക ടീമിൽ ജോയിൻ ചെയ്ത സൂ സ്റ്റോമും ടോണി സ്റ്റോമും കൂടി ക്യാപ്റ്റൻ അമേരിക്കയുടെ മിഷന്റെ ഭാഗമായി വെളിയിലോട്ട് പോകുമ്പോൾ ഷീൽഡ് ഏജൻസ് അവരെ തടയാൻ ശ്രമിക്കുകയും അവരെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നും സൂ സ്റ്റോമും ജോണി സ്റ്റോമും ഇരുവരുടെയും പവറിന്റെ സഹായത്തോടു കൂടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ജോണി പെട്ടെന്ന് തന്നെ സൂ സ്റ്റോമിനെ എടുത്ത് പറക്കുകയും കൂടാതെ സൂ സ്റ്റോമിന്റെ സഹായത്തോടു കൂടി ഇൻവിസിബിൾ ആകുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ഷീൽഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്നു കൊണ്ട് മര്യാഹിൽ അവരെ ഇൻഫ്രാറെഡ് വിഷൻ കൊണ്ട് നോക്കാൻ പറയുകയും എന്നിരുന്നാലും ജോണിയുടെ സഹായം മൂലം തീ ഒരുപാടായതിനാൽ അവരെ ഇൻഫ്രാറെഡ് വിഷനിൽ കാണാതിരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റാർക്ക് ടവർ ആണ് കാണുന്നത്. അവിടെ നമ്മുടെ നൈറ്റോക്ക്, കാസിലാങ്സ്, പിന്നെ കേബിൾ ഇവർ മൂന്നുപേരും ഹാപ്പിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കഴിഞ്ഞ ഇഷ്യൂവിൽ ക്യാപ്റ്റൻ അമേരിക്ക ടീം ഉപേക്ഷിച്ചിരുന്നു. ഇപ്പോൾ അയൺമാൻ ടീമിൽ ജോയിൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഹാപ്പി അവരോട് ആ ടീമിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ. മറുപടിയായി അവർ പറഞ്ഞത്, സത്യം പറഞ്ഞാൽ ഈ രണ്ട് ടീമും രണ്ട് കാലഘട്ടത്തിൽ ജീവിക്കുന്നതാണ്. ആ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും അവർ ചുമ്മാ 1945 ഒരു പ്രശ്നമാണ് അവർ ഊന്നി കാണിക്കുന്നത് തന്നെ. അത് ഞങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാസിലാങ്സ് പറഞ്ഞത്, ഞാൻ ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും മറ്റുള്ളവരെ പോലെ ജയിലിൽ പോയി കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല സൂപ്പർ ഹീറോസ് സൂപ്പർ വില്ലന്മാർക്കെതിരെയാണ് പോരാടേണ്ടത്, അല്ലാതെ സൂപ്പർ ഹീറോസ് തമ്മിലല്ല. ഹാപ്പി മറുപടിയായി, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, അയൺമാൻ മേളിലുണ്ട്, അദ്ദേഹം ഇപ്പോൾ താഴോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ഷോട്ടിൽ അയൺമാൻ സ്പൈഡർമാനുമായിട്ട് അവിടെ വളരെയേറെ ഒരു സംഘർഷകരമായ രീതിയിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഗോലിയാത്തിനെ കൊന്നതും മറ്റ് പ്രശ്നങ്ങളുമായി സ്പൈഡർമാൻ ആകെ തളർന്നിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് സ്പൈഡർമാൻ ടീം മാറാൻ തീരുമാനിച്ചിരിക്കുന്നതും. അയൺമാൻ സ്പൈഡർമാനോടായി, നിന്റെ ഐഡന്റിറ്റി ഓൾറെഡി റിലീവ് ആയിരിക്കുന്നു, മാത്രമല്ല നീ ഇപ്പോൾ പുറത്തു പോവുകയാണെങ്കിൽ നിന്റെ ആൻമയ്ക്കും നിന്റെ വൈഫിനും അത് ആപത്തായിരിക്കും എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. എൻ്റെ ഭാര്യയും ആൻമേനെയൊക്കെ ഞാൻ സേഫായിട്ട് നിർത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവരെ തൊടാൻ പോലും സാധിക്കത്തില്ല അമ്മ, നിങ്ങൾക്ക് നല്ല ഒരു സൂപ്പർ വില്ലന്മാർക്കും എന്ന് പറയുകയും ചെയ്യുന്നു സ്പൈഡർമാൻ. നിങ്ങൾക്ക് ആരാണ് തോറിനെ പോലെ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു സൈബോർഗിനെ ഉണ്ടാക്കിക്കൊണ്ട് ഗോലിയാത്തിനെ പോലെ ഒരു സൂപ്പർ ഹീറോയിനെ കൊല്ലാനുള്ള അധികാരം തന്നത്? മാത്രമല്ല ഈ സൂപ്പർ ഹീറോസിനെ എല്ലാം പിടിച്ച് എന്തിനാണ് നെഗറ്റീവ് സോൺ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ കൊണ്ടിടുന്നത്? അവരെന്നെ സാധാരണ മനുഷ്യരല്ലേ, അവരെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് സ്പൈഡർമാൻ ചോദിക്കുമ്പോൾ മറുപടിയായി ടോണി സ്റ്റാർക്ക്, പീറ്റർ നിനക്കറിയാലോ, സൈബോർഗിനെ കൊണ്ട് ഞാൻ ഒരു കമാൻഡും കൊടുത്തിട്ടല്ല, അത് തൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഗോലിയാത്തിനെ കൊന്നത്. മാത്രമല്ല സൂപ്പർ ഹീറോസിനെ പിടിച്ച് സാധാരണ ആൾക്കാർ ജയിലിൽ കൊണ്ടിടാൻ പറ്റുമോ? അവർ നിസ്സാരമായി രക്ഷപ്പെടും. അതുകൊണ്ടാണ് നെഗറ്റീവ് സോൺ എന്ന് പറഞ്ഞൊരു പ്രത്യേക സെൽ പണിത് അവരെ അതിലിട്ടിരിക്കുന്നത്. മാത്രമല്ല അവരുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ അവരെ അതിൽ നിന്ന് മാറ്റി തിരികെ എത്തിക്കുകയും ചെയ്യും. നിന്റെ ഐഡന്റിറ്റി ഇപ്പോൾ ഓൾറെഡി വെളിയിലായിരിക്കുന്നു, നിനക്കിനി പഴയ ജീവിതത്തിലോട്ട് പോകാൻ സാധിക്കത്തില്ല. പഴയ ജീവിതത്തിലോട്ട് പോകണമെങ്കിൽ തന്നെ ഷീൽഡിന്റെ സപ്പോർട്ടോട് മാത്രമേ നിൽക്കാൻ പറ്റൂ എന്ന് അയൺമാൻ പറയുകയും ആ സെക്കൻഡിൽ തന്നെ സ്പൈഡർമാൻ അയൺമാനെ ഇടിച്ചു തീർപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം സ്പൈഡർമാൻ പറയുന്നു, എന്നെ നോക്കാൻ എനിക്കറിയാം, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയൺമാൻ തിരികെ പറയുന്നു, മാൻ നിന്നെ ഓർത്ത് എനിക്ക് പരിതാപം തോന്നുന്നു സ്പൈഡി എന്ന് പറഞ്ഞുകൊണ്ട് അയൺമാൻ പെട്ടെന്ന് തന്നെ സ്പൈഡർമാൻ നേരെ ഷൂട്ട് ചെയ്യുന്നു. 2-3 തവണ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ സ്പൈഡർമാൻ ഒഴിഞ്ഞു മാറുന്നു. സത്യത്തിൽ എന്നെ ഓർത്ത് എനിക്ക് തന്നെയാണ് പരിതാപം തോന്നുന്നത്, കാരണം ഞാൻ ഇത്രയും കാലം തെറ്റായ സ്ഥലത്ത് നിന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്പൈഡർമാൻ അടുത്തുള്ള ചില്ല് പൊട്ടിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നു. എങ്കിൽ തന്നെയും സ്പൈഡർമാൻ പറയുന്നു, ഇത് ഷീൽഡിന്റെ ഹെഡ് ഓഫീസാണ്, ഇവിടുത്തെ ഗ്ലാസ് എല്ലാം വളരെ സ്ട്രോങ് ആണെന്ന് പറയുമ്പോൾ തന്നെയും ഷീൽഡിന്റെ ഏജൻസ് അവിടെ വരികയും ആ ചില്ല് പെട്ടെന്ന് തന്നെ തകർത്തെറിയുകയും
സ്പൈഡർമാൻ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അയൺമാൻ ഡാമിറ്റ് എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് തന്നെ മരിയാഹിലിന് ഷോക്ക് ആയിക്കൊണ്ട് മരിയാഹിൽ പറയുന്നു, ടോണി ഇവൻ മാറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. കാരണം ഗോലിയാത്തിന്റെ മരണം ഇവനെ കൂടുതലായി അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇനി ഇവനെ പിടിക്കാനായിട്ട് ഞാൻ എൻ്റെ ഷീൽഡിൻ്റെ ഏജൻസിനെ അയച്ചോളാം എന്ന് പറയുമ്പോൾ ടോണി അത് കുഴപ്പമില്ല മാഡം, ഞാൻ അവനെ പിടിച്ചോളാം, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുമ്പോൾ മരിയാഹിൽ വേണ്ട, ഇന്ന് ടോണിയെ കമാൻഡ് ചെയ്യുകയും മരിയാഹിൽ വേഗം തന്നെ തണ്ടർബോൾട്ട് ടീമിനെ തയ്യാറാക്കൂ, സ്പൈഡർമാനെ പിടിക്കും എന്ന് കമാൻഡ് കൊടുക്കുന്നു. ഇത്രയും കാലവും ഞാൻ അവരെ ലാസ്റ്റ് വാറിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ അവരിനുള്ള സമയമായിരിക്കും. ഹോക്ക് ഗോബിളിനെയും ജാക്കോ ലാൻഡിനെയും സ്പൈഡർമാനെ പിടിക്കാനുള്ള മിഷന് വേണ്ടി ഷീൽഡ് തുറന്നു വിടുന്നു. ചുരുക്കം പറഞ്ഞാൽ തണ്ടർബോൾട്ട്സ് എന്ന് പറയുന്ന വില്ലൻ ടീം പോലും ഇപ്പോൾ ഒഫീഷ്യലായി ഷീൽഡിന് വേണ്ടി വർക്ക് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഷീൽഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം സ്പൈഡർമാൻ ഒരു ചെറിയ തുരങ്കത്തിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പെട്ടെന്ന് അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവുകയും അവിടേക്കായി നമ്മുടെ ഹോക്ക് ഗോബിളിനും ജാക്കോ ലാൻഡിനും പ്രത്യക്ഷപ്പെടുകയും അവർ രണ്ടുപേരും കൂടി ചേർന്ന് സ്പൈഡർമാനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഹോക്ക് ഗോബിളിൻ തൻ്റെ വെപ്പണിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ടും ജാക്കോ ലാൻഡൻ അതിനുശേഷം സ്പൈഡർമാനെ എടുത്തുയർത്തിയും, ഹേയ് പീറ്റർ സ്പൈഡർമാൻ, ഞങ്ങളെ 10 തവണ നീ ജയിലിലടയ്ക്കുമല്ലേ, നിന്റെ റിയൽ ഐഡന്റിറ്റി ഞങ്ങൾ എന്തായാലും അറിഞ്ഞുപോയി, ഇനി നിനക്ക് രക്ഷയില്ല സ്പൈഡി. എന്നിരുന്നാലും ഷീൽഡിന്റെ ഒഫീഷ്യൽ ഏജൻസ് ആയിരുന്നുകൊണ്ട് തന്നെ നിന്നെ പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും സ്പൈഡർമാനെ ക്രൂരമായി ആക്രമിക്കുന്നു. സ്പൈഡർമാൻ സത്യത്തിലൊന്നും തിരിച്ചടിക്കാൻ പോലും സാധിക്കുന്നില്ല, കാരണം ആ ബോംബ് ബ്ലാസ്റ്റിൽ വളരെ അവശനായിരിക്കുന്നു. കൂടാതെ ഷീൽഡ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നടന്ന ഫൈറ്റിനെ തുടർന്ന് സ്പൈഡർമാൻ വളരെ അവശനായിരുന്നു. മാത്രമല്ല സ്പൈഡർമാൻ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, എന്നാൽ ഷീൽഡ് ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരു വില്ലൻ ടീമിനെ കൊണ്ട് എന്നെ പിടിക്കും. അപ്പോൾ അവർ ഇവന്റെ സംസാരം കേട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നത്, നമുക്ക് ഇവനെ തട്ടിയാലോ എന്ന് പറയുമ്പോൾ മരിയാഹിൽ അവിടുന്ന് കമാൻഡ് കൊടുക്കുന്നു, സ്പൈഡർമാൻ ഒരു പോറൽ പോലും ഇനി സംഭവിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലൂടെ 1000 വോൾട്ടേജ് കറണ്ട് പാസ് ചെയ്യും, അതുകൊണ്ട് ഇനി ഉപദ്രവിക്കാതിരിക്കുക. ഞങ്ങളുടെ ഷീൽഡിന്റെ ഏജൻസ് 5 മിനിറ്റിനുള്ളിൽ വരും, അവർക്ക് സ്പൈഡർമാനെ കൈമാറുക എന്ന് പറഞ്ഞു തീരുകയും ജാക്കോ ലാൻഡിന്റെ തല ഒരു ബുള്ളറ്റ് വന്ന് ഇടിച്ച് തെറിപ്പിക്കുന്നു. ഇതെന്ത് എന്ന് ചിന്തിക്കാൻ പോലും മറ്റവനെ സമയം കിട്ടിയില്ല, അവന്റെ തല ഇടിച്ച് തെറിക്കുന്നു. സ്പൈഡർമാനെ രക്ഷിക്കാൻ ആരോ വന്നിരിക്കുന്നു. സ്പൈഡർമാൻ അവിടെ നിലത്ത് കിടന്നുകൊണ്ട്, നീയോ, നിന്റെ നെഞ്ചത്തുള്ള ഈ അസ്ഥികൂട ചിഹ്നം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, അസ്ഥികൂട ചിഹ്നം എന്ന് പറഞ്ഞുകൊണ്ട് സ്പൈഡർമാൻ അവിടെ ബോധം കിട്ടി വീഴുന്നു. നെക്സ്റ്റ് ഷോട്ടിൽ ഫീൽഡ് ഏജൻസിയിൽ നിന്ന് രക്ഷപ്പെട്ട ജോണി സ്റ്റോമും സൂ സ്റ്റോമും കൂടി സീക്രട്ട് അവഞ്ചേഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സീക്രട്ട് അവഞ്ചേഴ്സ് എല്ലാം കൂടി ചേർന്നൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവർ പറയുന്നു, ക്ലോക്കിനെ പിടിച്ച കഥ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ക്ലോക്കിന്റെ സഹായത്തോടു കൂടിയാണ് അവർ ഇത്രയും നാളും ഈസിയായി ടെലിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അവരെ പിടിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യുമെന്ന് സീക്രട്ട് അവഞ്ചേഴ്സ് എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ, ബാസ്റ്റേഡ് ബിൽഡിംഗിൽ ഏതാണ്ടോ അവർ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്, അത് എന്താണെന്ന് എത്രയും വേഗം കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ ഹൾക്കിങ്, എനിക്ക് രൂപം മാറാനുള്ള കഴിവുണ്ടല്ലോ, ഞാൻ വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കാം എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ മറുപടിയായി, അത് ഞാൻ സൂമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ അതിലും വലിയൊരു ജോലി നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവർ, ആക്ച്വലി ഈ നെഗറ്റീവ് സോൺ എന്തിനാണ് 42 എന്ന് പേരിട്ടിരിക്കുന്നത്, ഇനി അയൺമാൻ്റെ വല്ലതും മദർ ക്യൂരിയോസിറ്റി അങ്ങനെ വല്ല ആയിരിക്കൊണ്ടാണോ ടോണി അങ്ങനെ പേരിട്ടത് എന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അടിയേറ്റ് വീണ് കിടക്കുന്ന സ്പൈഡർമാനുമായി പണീഷർ അവിടെ എത്തുന്നു. ആ സീനിൽ സ്പൈഡർമാൻ വളരെ ദാരുണമായ രീതിയിലാണ് അടി കിട്ടിക്കിടക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ക്യാപ്റ്റന് വളരെ ഷോക്ക് ആയിക്കൊണ്ട് എമർജൻസി ആയിട്ട് എല്ലാവരും വന്ന് സ്പൈഡർമാനെ ട്രീറ്റ് ചെയ്യാൻ അലർന്നു. അയൺമാനും ഷീൽഡ് ഏജൻസും കൂടാതെ തണ്ടർബോൾട്ട്സും കൂടി ചേർന്ന് ഈ പാവ സ്പൈഡർമാനെ അടിച്ചിടുന്നത് കണ്ടിട്ട് അവനെ രക്ഷിച്ച് നമ്മുടെ ടീമിൽ ചേർക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഫാൽക്കൺ, നമ്മുടെ ടീമോ, ആക്ച്വലി നീ ഒരു ആന്റി ഹീറോയാണ്, പിന്നെ നിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളുടെ ടീമിൽ കയറ്റുന്നത് എന്ന് പറയുമ്പോൾ മറുപടിയായി പണിഷർ, സത്യത്തിൽ ഈ നിയമത്തിനെതിരെ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഫാൽക്കൺ. മാത്രമല്ല ഇത്രയും കാലം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വെളിയിൽ ഇരുന്നു കൊണ്ട് മാസ്ക് വെച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് ആരാന്ന് വിചാരിച്ചത്, അത് ഞാനാണ് എന്ന് മണീഷ പറയുമ്പോഴാണ് നമുക്ക് ആ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു സീനിൽ മാസ്ക് വെച്ച് ആരാണ് ഇവരെ ഒബ്സർവ് ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നത്. ഇനി നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിന്നാണ് ഈ നിയമത്തിനെതിരെ എതിർക്കേണ്ടത്. ക്യാപ്റ്റൻ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ, ഞാനത് തന്നെയാണ് ആലോചിക്കുന്നത്, എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ടൈഗ്രസ് ഈ സമയത്ത് ടോണി സ്റ്റാർക്കിനെ കോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ സമയം ടൈഗ്രസ് ഒരു സ്പൈ ആണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് ഡെയർ ഡെവിളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതായി നാം കാണുന്നു. മിസ്റ്റർ ഫാന്റാസ്റ്റിക് ആകെ അസ്വസ്ഥനായിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങൾ നമ്മുടെ ഒപ്പമുണ്ട്, ഗവൺമെന്റ് നമ്മുടെ ഒപ്പമുണ്ട്, ഷീൽഡ് നമ്മുടെ ഒപ്പമുണ്ട്, എന്നിരുന്നാലും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
ഈ സൈബോക് തോർഗിനെ ഉണ്ടാകാൻ കാരണം തന്നെ ഞാനാണ്. മാത്രമല്ല എൻ്റെ ഫ്രണ്ട് ഹാങ് ഷിങ്ങും ഇപ്പോൾ വളരെ അസ്വസ്ഥനാണ്. ഇപ്പോൾ നമ്മുടെ ഭാഗത്താണോ ശരി അതോ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഭാഗത്താണോ ശരിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഭാര്യയും ഇപ്പോൾ അവരുടെ ഭാഗത്ത് ചേർന്നിരിക്കുന്നു. എന്താണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷീഹൾക്ക് മറുപടിയായി, റീഡ്, നിങ്ങളിങ്ങനെ ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ. മാത്രമല്ല നമ്മൾ ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി നല്ലൊരു സൂപ്പർ ഹീറോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു സൂപ്പർ ഹീറോസിനും തൻ്റെ നിയമങ്ങൾ വിട്ട് ഇനി ഒരിക്കലും ഒരു ദ്രോഹവും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് മിസ്റ്റർ ഫണ്ടാസ്റ്റിക്കിനെ സമാധാനിപ്പിക്കുന്നു. നെക്സ്റ്റ് ഡെയർ ഡെവിളിനെയും കൊണ്ട് നെഗറ്റീവ് സ്റ്റോണിലോട്ട് കൊണ്ടുവന്നതാണ് നമ്മൾ കാണുന്നത്. ടോണി സ്റ്റാർക്ക് ഡെയർ ഡെവിളിനെ പറഞ്ഞ് തൻ്റെ ഭാഗത്താക്കാൻ ശ്രമിക്കുന്നു. ഡെയർ ഡെവിൾ, നീ ഇത് മനസ്സിലാക്കൂ. ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ പിടിക്കുന്നതിൽ ഒരിക്കലും സന്തോഷപ്പെടുന്നു എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു വിചാരമാണ്. ഞങ്ങളിപ്പോൾ ഗവൺമെൻറ് പറയുന്നത് കേട്ടില്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ സൂപ്പർ ഹീറോസിനെയും ഗവൺമെൻറ് ബാൻ ചെയ്യും. അത് വേണോ? ഇതെല്ലാം മറികടക്കാനായിട്ട് ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ നേഷനും ഓരോ സൂപ്പർ ഹീറോ ടീം എന്നൊരു കോൺസെപ്റ്റ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ രാജ്യത്തിന് എന്ത് ത്രെഡ് ഉണ്ടായാലും ഈ സൂപ്പർ ഹീറോ ടീം ഇടപെടും. അത്യാവശ്യ ഘട്ടത്തിൽ മറ്റു സൂപ്പർ ഹീറോ ടീമിന്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. മാത്രമല്ല പ്രശ്നം അതീവ ഗുരുതരമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് പരിഹരിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ തന്നെയും ഡെയർ ഡെവിൾ ഒരു വാക്ക് പോലും തിരിച്ചു മിണ്ടുന്നില്ല. ആരും നിന്നെ അറിഞ്ഞോട് ജയിലിൽ പിടിച്ചിടണമെന്ന് ആഗ്രഹിച്ചിടുന്നതല്ല. എന്തെങ്കിലും തിരിച്ചു പറയൂ ഡെയർ എന്ന് ടോണി സ്റ്റാർക്ക് പറയുമ്പോൾ എന്നിട്ടും ഒന്നും മിണ്ടാതെ ഡെയർ ഡെവിൾ അങ്ങോട്ട് പോകുമ്പോൾ ഷീൽഡ് ഏജൻസ്, ഞങ്ങൾ ഇവനെ പിടിച്ചപ്പോൾ തൊട്ട് ഇവൻ ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. ആകപ്പാടെ നാവിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ ഈ കോയിൻ മാത്രമേ ഉള്ളൂ. ഇത് ടോണിക്ക് തരണമെന്നാണ് പറഞ്ഞത്. ടോണി അത് വാങ്ങിച്ചു നോക്കുമ്പോൾ ഒരു സിൽവർ കോയിനാണ്. ഡെയർ ഡെവിൾ പതിയെ തല തിരിച്ച് ടോണിയോട് ഇതുകൂടി ചേർത്ത് 31 കോയിൻസിന് കെട്ടിക്കാണും ടോണി, സുഖമായി കിടന്നുറങ്ങി ജുദാസ് എന്ന് പറയുകയും ഈ ഇഷ്യൂ കംപ്ലീറ്റ് ആക്കി ചെയ്തു. അതായത് ഒരുപാട് സൂപ്പർ ഹീറോസ് ഈ ബാറ്റിലിനിടയ്ക്ക് ടീം മാറുന്നു. നിങ്ങൾ ടീം മാറിയോ ഇല്ലയോ എന്ന് കമൻറ്റുകളായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നീട് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ഡെയർ ഡെവിൾ ടോണി സ്റ്റാർക്കിനെ ജൂദാസ് എന്ന് വിളിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബൈബിളിൽ യൂദാസ് ആണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത് 30 വെള്ളിക്കാശിന്. അതുപോലെ തന്നെ ഓരോ സൂപ്പർ ഹീറോസ് ഇതിനു മുമ്പ് പിടിച്ച ഓരോ സൂപ്പർ ഹീറോസ് ഓരോ വെള്ളിക്കാശ് ടോണി സ്റ്റാർക്കിന് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് വെച്ചാണ് ഇപ്പോൾ 31 വെള്ളിക്കാശായിരിക്കുന്നത്. അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ ഒരു കോട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതാണ്. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.